ഞാൻ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ ഒരുപാട് റെസിപ്പിയൊക്കെ എനിക്കിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനത് കുക്കിംഗ് എന്ന് പറയുന്നൊരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കും വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ ഇത്തവണ എൻ്റെ സേവ് ലിസ്റ്റ് മൊത്തം ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പാകിസ്ഥാനി ചിക്കൻ. അങ്ങനെ ഞാനും ഉണ്ടാക്കി പാകിസ്ഥാനി ചിക്കൻ. ഗൈസ് ട്രസ്റ്റ് മീ, ഇറ്റ്സ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ആണ് നമുക്ക് ആവശ്യം. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഫുള്ളും ഗീ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഓയിലൊന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഗീ ചേർക്കുന്നതിൻ്റെ സീക്രട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു ജിഞ്ചറും ഗാർലിക്കും നന്നായിട്ടൊന്ന് സോട്ടായിട്ടൊരു ബ്രൗണിഷ് ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനൊരു 1 kg ചിക്കൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കുക. അതേപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു റെസിപ്പിക്ക് ചിക്കൻ ആദ്യം ഇട്ടിട്ടാണ് ബാക്കി മസാലാസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടല്ലേ ചിക്കനൊക്കെ ഇടുന്നത്. ഇത് നേരെ തിരിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടില്ലേ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മാത്രം ഒന്ന് ചിക്കനൊക്കെ ഒന്ന് കുക്കാവാനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്പുറത്ത് എൻ്റെ അച്ഛൻ ദോശ ഉണ്ടാക്കുകയാണ്, എൻ്റെ അനിയത്തിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിതൊരു ഈവനിങ് ടൈം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു 15 മിനിറ്റ്സ് കേട്ടോ. അത് കഴിയുമ്പം ഫുൾ വെള്ളവും ചിക്കനിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങും. നോട്ട് ദ പോയിൻറ്റ്, നമ്മൾ ഈ ചിക്കനിൽ എസ്പെഷ്യലി വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് ചിക്കൻ കുക്കാവുന്നത്. അത് കഴിഞ്ഞ് ഒരു 3 ഒനിയൻസും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3-4 ഒനിയൻസ് നിങ്ങൾക്ക് ഇടാം, അപ് ടു യുവർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രേവിയൊക്കെ വേണ്ടത് എന്നുള്ളൊരു രീതിക്ക് ഞാൻ അതിട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു 3 ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അടച്ച് വെച്ചും വേവിക്കാം. ഞാൻ തുറന്ന് വെച്ചിപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു 3 ടൊമാറ്റോയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ടൊമാറ്റോ ഒക്കെ പെട്ടെന്നൊന്ന് കുക്കായിട്ട് വരാനും അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സാധനം കുക്കായി നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഒരുപാട് മസാലകളൊന്നും നമുക്ക് ഈ ഒരു ചിക്കൻ ആവശ്യമില്ല. ബേസിക്കായിട്ടുള്ള മസാലകൾ തന്നെയാണ് ആവശ്യം. ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് താഴെ കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഐ ഗെസ് ഞാനൊരു 10-15 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചിക്കൻ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ എരിവ് കുറവായിരിക്കും. അപ്പം ഞാൻ 3 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ കളറൊന്നും ഇല്ലാത്തതുപോലെ തോന്നി. കളറും ഇല്ല, എരിവും അത്ര കണ്ടെങ്കിൽ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. പക്ഷേ അപ്പോൾ എൻ്റെ കറിക്ക് കുറച്ച് എരിവ് കൂടുതലായിരുന്നു. അപ്പം 3 ടേബിൾ സ്പൂൺ കാശ്മീരി ആണെങ്കിൽ അത് തന്നെ മതിയാവും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനോട്ട് ക്യുമിൻ പൗഡർ ഇട്ട് കൊടുക്കണം. ക്യുമിൻ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകപ്പൊടി. അപ്പം ഞാൻ ജീരകപ്പൊടി ആദ്യം ഇടാൻ മറന്നുപോയി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് ചില്ലിയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. അതാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ക്യുമിൻ പൗഡർ 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആ ഒരു ചിക്കൻ്റെ ആ ഒരു പച്ച മസാലയുടെ മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ലീവ്സ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് കേട്ടോ. ഈ ഒരു കസ്തൂരി മേത്തിയുടെ പൗഡറാണ്. അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്രയാണ് ഉപ്പ് വേണ്ടത് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കേടാണ്, പുളിപ്പില്ലാത്ത കേടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് ആ ഒരു കേട് എല്ലാ പോർഷനിലും എത്തിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൊട്ടൊരു 3 ടേബിൾ സ്പൂൺ വരെ ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പോർഷൻ തികച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. ലാസ്റ്റായിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് എരിവ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഫ്രഷ് ക്രീം ചേർത്തു കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത്രയും ചേർത്താൽ മതി. അതും എനിക്ക് എരിവ് കൂടുതലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, കാരണം ഞാൻ കുറച്ച് കൂടുതൽ ചില്ലി പൗഡർ ഇട്ടു. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. മാക്സിമം ഒരു 1 hour ആയിരിക്കും നമുക്ക് കട്ടിങ്ങും കുക്കിങ്ങും ദ കംപ്ലീറ്റ് പ്രോസസ്സിന് എടുക്കുന്ന ഒരു 1 hour ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഞങ്ങൾ ചപ്പാത്തീൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസിയും ചിക്കൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ഒക്കെ
ഒക്കെ അടിപൊളിയാണ്. മേക്ക് ഷുവർ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന്. അപ്പം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളും അത്ര അധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എനിക്ക് ഷോർട്ട്സ് ഇട്ടപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു തൃപ്തി വന്നില്ല കേട്ടോ. കാരണം എനിക്ക് ഷോർട്ട്സിൽ ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ടു എവ്രി വൺ. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.